എൻ്റെ ഫോട്ടോയിലെല്ലാം ഗ്രെയിൻസ് കൂടുതലാ. നിങ്ങൾക്കും ഈ പ്രശ്നമുണ്ടോ? ദാ ഇതുപോലെ. ഇതിനെന്താ കാരണമെന്നറിയാമോ? ISO കൂടുതലുണ്ടാ. അല്ല, ISO എന്താണെന്നറിയാമോ? ക്യാമറയുടെ സെൻസർ ലൈറ്റിനോട് എത്ര സെൻസിറ്റീവ് ആണ് എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയാണ് ISO. ISOയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ എന്നാണ്. ISO കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഫോട്ടോയിൽ വെളിച്ചവും കൂടുന്നു. എന്നാൽ ISO കൂടുമ്പോൾ കുറച്ച് അനന്തരഫലങ്ങളും ഉണ്ട്. ഇതിന് ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ISO നമ്പർ കൂട്ടുമ്പോൾ നമ്മുടെ ഫോട്ടോയിൽ ധാരാളം ഗ്രെയിൻസ് ഉണ്ടാവും. ഇതിനെ നോയ്സ് എന്ന് പറയുന്നു. ഇതിന് പകരം ഷട്ടർ സ്പീഡ് അല്ലെങ്കിൽ അപ്പർച്ചർ വഴി ഫോട്ടോയിൽ തെളിച്ചമുള്ളതാക്കാൻ കഴിയാതെ വരുമ്പോൾ മാത്രമേ ISO ഉയർത്താവൂ. ഇനി ISO മൂല്യത്തെക്കുറിച്ച് പറയാം. ഓരോ ക്യാമറയിലും ISO മൂല്യം വ്യത്യസ്തമായിരിക്കും. 100 മുതൽ 6400 വരെ ഇതിൽ കൂടിയ ISO മൂല്യങ്ങളുള്ള ക്യാമറകളും ലഭ്യമാണ്. കുറച്ചും കൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോയിൽ എത്രത്തോളം ISO കൂടുന്നു അതുപോലെ വെളിച്ചവും കൂടുന്നു. ഇനി ISO 400 ലിട്ട ഫോട്ടോയും ISO 100 ലിട്ട ഫോട്ടോയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ISO 400 ലിട്ട ഫോട്ടോയ്ക്ക് വെളിച്ചം കൂടുതലായിരിക്കും. ഇനി സ്റ്റോപ്പുകളെ കുറിച്ച് പറയാം. ഒരു ഫോട്ടോ എടുക്കാൻ അനുവദിക്കുന്ന പ്രകാശത്തിന്റെ പകുതി അല്ലെങ്കിൽ ഇരട്ടിയാണ് സ്റ്റോപ്പ്. സ്റ്റോപ്പുകളെ 3ആയി തരംതിരിക്കുന്നു: 1 സ്റ്റോപ്പ്, ഹാഫ് സ്റ്റോപ്പ്, 1/3 സ്റ്റോപ്പ്. 1 സ്റ്റോപ്പ് എന്ന് പറയുന്നത് വേനൽക്കാലത്ത് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു പ്രകാശമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ സമയത്ത് ISO 100 മതിയായിരിക്കും. എന്നാൽ ഒരു മഴയുള്ള ദിവസമാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ ഒരു 400 ISO എങ്കിലും വേണ്ടിവരും. അതുപോലെ ഒരു ഇരുട്ടുള്ള മുറിയാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ 800ഉം അതിന്റെ ഇരട്ടിയായിട്ടുള്ള ISO ആവശ്യമാണ്. ഉദാഹരണത്തിന്, ഒരു ഫോട്ടോഗ്രാഫർ തന്റെ എക്സ്പോഷർ 1 സ്റ്റോപ്പ് വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്ന് കേൾക്കുകയാണെങ്കിൽ അതിനർത്ഥം മുൻ ഷോട്ടിനേക്കാൾ ഇരട്ടി പ്രകാശം പിടിച്ചെടുക്കാൻ പോകുന്നു എന്നതാണ്. ഇനി ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് കാണിക്കാം. സ്റ്റോപ്പ് 100, 200, 400, 800, 1600. ഇനി ഹാഫ് സ്റ്റോപ്പ് എന്താന്ന് പറയാം. ഹാഫ് സ്റ്റോപ്പ് എന്നാൽ 2 1 സ്റ്റോപ്പുകൾക്കിടയിലുള്ള ഒരു സംഖ്യ ഉണ്ടായിരിക്കുകയുള്ളൂ. 1/3 സ്റ്റോപ്പ് എന്നാൽ 2 1 സ്റ്റോപ്പുകൾക്കിടയിൽ 2 സംഖ്യകൾ ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ISO 100നും 200നും ഇടയിൽ 125, 160 എന്നിങ്ങനെ 2 1/3 സ്റ്റോപ്പുകൾ കണ്ടെത്താനാകും. ഇനി നമ്മുടെ ഫോട്ടോ നല്ല ക്ലാരിറ്റി ഉള്ളതാണെങ്കിൽ ഇത് നേറ്റീവ് ISO അല്ലെങ്കിൽ ബേസ് ISO ആണ്. ഇതിൽ 100 അല്ലെങ്കിൽ 200 ISO ആണ് ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, ഇതിൽ നോയ്സ് വളരെ കുറവായിരിക്കും. ഇനി നോയ്സ് എന്താണെന്നായിരിക്കില്ലേ നിങ്ങളുടെ സംശയം? ഇരുട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ISO വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫോട്ടോയിൽ ഗ്രെയിൻസും കൂടുന്നു. ഈ ഗ്രെയിൻസിനെ നോയ്സ് എന്ന് പറയുന്നു. ഈ നോയ്സ് ഉണ്ടാകുന്നത് ISO വർദ്ധിപ്പിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ ഒരു ഫോട്ടോ എടുക്കാൻ തുടങ്ങുന്ന മുതൽ. അതായത് ഫോട്ടോയിൽ നിന്ന് ഇലക്ട്രോണിലേക്കും, ഇലക്ട്രോൺ വർദ്ധിപ്പിക്കുമ്പോൾ വോൾട്ടേജിലേക്കും, അനലോഗിൽ നിന്ന് ഡിജിറ്റലിലേക്കും, ഇങ്ങനെ പല വിധത്തിൽ നോയ്സ് ഉണ്ടാകുന്നു. ഇനി ISOയെ പറ്റി ചെറിയൊരു ചരിത്രം പറഞ്ഞാലോ? ഫോട്ടോഗ്രാഫിക് ഫിലിം സ്പീഡ് പല രാജ്യങ്ങളിലും പല വിധത്തിൽ സ്റ്റാൻഡേർഡ് ചെയ്തിരുന്നു. ജർമ്മനിയിൽ ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്റ്റാൻഡർഡൈസേഷൻ, അമേരിക്കയിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് അസോസിയേഷൻ, മറ്റ് രാജ്യങ്ങളിൽ ISO എന്നിവയാണ് പ്രധാന സ്റ്റാൻഡേർഡുകൾ. 1974 ASA, DIN എന്നീ സ്റ്റാൻഡേർഡുകൾ ISO മാനദണ്ഡങ്ങളായി ചേർന്ന് ഒറ്റ സ്റ്റാൻഡേർഡായി. അപ്പോൾ ക്യാമറയുടെ ISOയെ പറ്റി മനസ്സിലായില്ലേ?